അപ്പോൾ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. വേറൊന്നുമല്ല, ഈ ഇന്നലെ എനിക്കൊരു ചെറിയൊരു ലോട്ടറി അടിച്ച്. അത് വൻ കോമഡി ആയിരുന്നു. ആ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭയങ്കര ലക്ക് എന്നൊക്കെ പറയാട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് മങ്കും മല്ലൂർ റൈഡറുകളും കൂടി ഒരു ഗീവ് അവേ നടത്തി. അതിലെനിക്ക് 6 പ്രൈസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എനിക്ക് 4ാമത്തെ പ്രൈസ് അടിച്ചു ഗൈസ്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പ്രൈസ് ഉണ്ടായിരുന്നു. ഈ 6 പ്രൈസിൽ ബാക്കി 5 എനിക്ക് ഏത് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ ഹാപ്പി ആവൂലായിരുന്നു. ജസ്റ്റ് കിട്ടി ഓക്കെ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കി 5 ഐറ്റംസും ഈ പ്രൈസുകൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണ്. എനിക്കൊരു യൂസ് ഇല്ല, മനസ്സിലായില്ലേ? റൈഡിങ് ജാക്കറ്റ്, ഹെൽമെറ്റ്, ക്യാമറ, ഇതൊക്കെയായിരുന്നു പ്രൈസ് പറഞ്ഞാൽ. ഇതൊന്നും എനിക്കൊന്നും യൂസല്ല. പക്ഷേ ഒരു 4ാമത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ റൈഡിങ് ബൂട്ടാണ്. അതാണ് ഏറ്റവും വലിയ എൻ്റെ ലക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. എനിക്ക് ആ 4th പ്രൈസ് കിട്ടിയത് അതുകൊണ്ടാണ്. അതും ജസ്റ്റ് തെന്നി മാറിപ്പോയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗീവ് അവേ 4th പ്രൈസ് ആദ്യം ഒരു പയ്യനാണ് കിട്ടിയത്. അപ്പോൾ ഇവർ ഇൻസ്ട്രക്ഷൻസ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ മല്ലൂർ റൈഡറുകളെ ഈ പയ്യൻ ഫോളോ ചെയ്യുന്നുണ്ടായില്ല. റോഡ് മങ്സ് പേജിനെ മാത്രമേ ഫോളോ ചെയ്യുന്നുണ്ടായുള്ളൂ. എന്നിട്ട് 2ാമത് നറുക്കെടുത്തപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ ഭാഗ്യം എന്താന്ന്. ഞാൻ മല്ലൂർ റൈഡറുകൾ ഇത് ലൈവ് വന്നപ്പോൾ സൺഡേ ആണ് ഇത് എടുത്തത്. അപ്പോൾ ആ സൺഡേ ലൈവ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങി. പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞാണ് ഈ ഗീവ് അവേ ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയ സംസാരമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കൂടെ അറിയാം പരിചയമുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ കമൻറ്റിൽ ഞാൻ കിട്ടിയത് തന്നെ എന്ന് പറഞ്ഞ് ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പുള്ളിക്കാരത്തിയുടെ ഈ ഗീവ് അവയുടെ വീഡിയോയുടെ അകത്ത്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്ക്, ചിലപ്പോൾ കിട്ടിയാലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. പക്ഷേ എന്തോ ഭയങ്കര ലക്ക് എന്ന് പറയാം. ആ ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4th പ്രൈസ് 4ാമത്തെ പ്രൈസ് കിട്ടിയതാണ് വൻ ലക്കായത്. അത് ഒറാസോടെ നല്ല അടിപൊളി ലോങ് ലെങ്ത് ബൂട്ടാണ് കിട്ടിയത്. റൈഡിങ് ബൂട്ട് ഇട്ട ഒരു 7500 7700 ആ സംതിങ് എന്തോ റേഞ്ച് ഉണ്ട് ബൂട്ടിന്. പ്രൈസ് മറ്റേ വാല്യൂടെ അല്ല, എനിക്ക് ഭയങ്കര യൂസ്ഫുള്ള സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബൂട്ട് ഇപ്പോൾ പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ബൂട്ട് മേടിക്കണം. അപ്പോൾ ഉള്ള ബൂട്ട് എന്തായാലും ശ്രീനഗർ വരെ പോയിട്ട് അവിടെ നിന്ന് ഒരു ബൂട്ട് മേടിക്കാം, അല്ലെങ്കിൽ ഡൽഹി ചെന്നിട്ട് നല്ലൊരു റൈഡിങ് ബൂട്ട് മേടിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ നിന്നേച്ചത്. പക്ഷേ എന്താ പറയുക, ഒരു ഭയങ്കര ലക്ക് എനിക്ക് ആ സാധനം കിട്ടി. അതുകൊണ്ട് അത്രയും ഫണ്ട് സേവ് ചെയ്യാൻ പറ്റി. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് നമ്മളൊരു ചെറിയൊരു ബഡ്ജറ്റ് ഉണ്ടാക്കും. അതായത് നമ്മളൊരു സ്റ്റഡി ഉണ്ടാവുമല്ലോ. നമ്മൾ പോയ ആൾക്കാരോടൊക്കെ റെഫറൻസ് ചോദിക്കും, എന്ത് എക്സ്പെൻസായി, എന്ത് പെട്രോൾ വന്ന്, കാര്യങ്ങൾ വന്ന് എന്നൊക്കെ പറയണത്. പക്ഷേ ഈ റൈഡിൻ്റെ ആ ടൈം അടുക്കുന്തോറും ഉണ്ടല്ല, എൻ്റെ പൊന്നെ എവിടെ നിന്നൊക്കെ എന്തൊക്കെ എക്സ്പെൻസാ വന്നേന്ന് ഒരു പിടുത്തൂല. എന്താ പറയുക, ബഡ്ജറ്റ് ഇങ്ങനെ ഇടിഞ്ഞ് ഇങ്ങനെ താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ ദൈവമേ ബൂട്ട് കൂടി മേടിക്കേണ്ടി വരും, ദൈവമേ പണിപ്പാട്, എൻ്റെ ബഡ്ജറ്റൊക്കെ മൊത്തത്തിൽ പൊളിയുമെന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോഴാണ് ഗായ്സ് ഇതിങ്ങനെ ദൈവം അനുഗ്രഹിച്ചെന്നൊക്കെ പറയട്ടെ. നാം പതി ദൈവം പതി എന്നുള്ള എനിക്കിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര വിശ്വാസമുണ്ട്. അങ്ങനെ കറക്റ്റ് ടൈമിൽ നമുക്ക് ചിലവർ പറയും ആ റൈഡിന്റെ സമയമാകുമ്പോൾ ഫണ്ടൊക്കെ സെറ്റ് ആവുന്നേ, അല്ലെങ്കിൽ മറ്റേ അതൊക്കെ ആ സമയമാകുമ്പോൾ റെഡി ആവും എന്നൊക്കെ പറയൂലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു വിശ്വാസം എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ 6 പ്രൈസിൽ ബാക്കി 5 ഏത് കിട്ടിക്കഴിഞ്ഞിട്ടും എനിക്ക് യൂസ് ഇല്ല. കാരണം ഒരു ക്യാമറയും കിട്ടിക്കഴിഞ്ഞാൽ 2 ക്യാമറയാവും, വേണ്ട. പിന്നെ റൈഡിങ് ജാക്കറ്റ് ഓൾറെഡി ഉണ്ട്, അതും വേണ്ട. ഹെൽമെറ്റും ഉണ്ട്, പിന്നെ അതും വേണ്ട. പിന്നെ എന്താ പറയുക, പിന്നെ 2 ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് സ്റ്റഡ്സിൻ്റെ പിന്നെ ഏതൊരു ഹെൽമെറ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും എനിക്ക് യൂസ് വന്നില്ല, മനസ്സിലായില്ലേ? യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ 2ാമതൊന്നുകൂടിയും വേണ്ട. അപ്പോൾ ഇല്ലാത്തൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളൊരു മൂഡിൽ സത്യം പറഞ്ഞ് ഞാനും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഈ ഒരു ഗീവ് അവേയിൽ കിട്ടുമെന്ന് തന്നെ. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്താലും ഞാനങ്ങനെ പ്രതീക്ഷ വെക്കാറില്ല. അപ്പോൾ പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഹെൽപ്പായിപ്പോയി എന്ന് തന്നെ പറയാട്ടെ. ഈ ഒരു ഗീവ് അവേ അവർ വെച്ചതിൽ അവരെക്കാളും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പായി. ഈ ഒരു റൈഡിൻ്റെ കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടിയല്ല. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ഷോപ്പിലോട്ട് പോവുകയാണ്. ഒറ്റക്കല്ല പോകുന്നത്, കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവനെ നോക്കി പോസ്റ്റ് അടിച്ച് ഇവിടെ റോഡിൽ നിൽക്കുകയാണ്. പിന്നെ വേറൊന്നുമല്ല, ബാക്കി നമുക്ക് ഷോപ്പിൽ വന്നിട്ട് കാണാം. ബാ, ഇതെങ്ങനെ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്. ഇതൊരു പാലത്തിൻ്റെ താഴെയാണ്. ബാ പോയി നോക്കാം. അകത്തോട്ട് പോയി നോക്കാം. ഒരു ഗീവ് അവേയുടെ
റൈഡിംഗ് ബോട്ട്. ഷോപ്പിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. അത്യാവശ്യം ഹെൽമെറ്റ് കളക്ഷനൊക്കെ ഉണ്ടല്ലോ അവിടെ. SMKയുടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ നോക്കിയായിരുന്നു ഇതുപോലത്തെ ഒരു ഹെൽമെറ്റ്. പക്ഷേ എന്താ ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ അതെ ഇതാണ് ഞാൻ നോക്കിയാട്ടെ കറക്റ്റ് സാധനം. ഈ ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്യാൻ നേരത്ത് വെള്ളം അടിപൊളിയായിട്ട് അകത്തോട്ട് കയറും. പിന്നെ ഭയങ്കരമായിട്ട് വിൻഡും പിടിക്കും. ഇത് ആ ഒരു ഓഫ് റോഡ് അങ്ങനെയുള്ള ഇതിന് മാത്രമേ ഇത് പറ്റുള്ളൂ. ലോങ് റൈഡിനും മറ്റേ ടൂറിങ്ങിനും പറ്റൂല. അത്യാവശ്യം എൻഡൂർ അടിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ ഈ സാധനം. അതുപോലെ തന്നെ മേടിക്കണം, നല്ലത് ഒരാഗ്രഹമാണ്. SMKയുടെ ഓഫറുണ്ട് 4250 സംതിങ് എന്നുള്ളൂ. ഈ സാധനം തന്നെ ഞാൻ കണ്ടേക്കണം ഓൺലൈനിൽ. എനിക്ക് ഈ ഗ്രാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് ബാൻഡ് ഡോസിൽ ഓഫർ വന്നപ്പോഴും ആ സെയിം പ്രൈസൊക്കെ തന്നെയാണ് കേട്ടോ. കൊള്ളാം. ഈ വരുന്ന മറ്റന്നാള് ഓൾ ഇന്ത്യ റൈഡ് പോവാൻ കറക്റ്റ് ടൈമാണ് കിട്ടിയത്. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിപ്പോട്ടെ. കാരണം ക്യാമറയുണ്ട്, ഹെൽമെറ്റ് ഉണ്ട്, ജാക്കറ്റ് ഉണ്ട്, ഇതെല്ലാം ആക്സറീസ് ഉണ്ട്. ബൂട്ട് മാത്രം ഇങ്ങനെ ഇല്ലാണ്ട് ഇരിക്കുകയായിരുന്നു. കറക്റ്റ് ടൈമിലാണ് കറക്റ്റ് ടൈമിൽ ബൂട്ട് കിട്ടിയത് വളരെ സന്തോഷം. ബാക്കി എന്ത് കിട്ടിക്കഴിഞ്ഞാലും സന്തോഷമില്ല എന്നല്ല, ഇതിന്റെ അത്ര സന്തോഷം ഉണ്ടാവും. എന്നോട് വല്ലൂർ റൈഡറുകള് ഞങ്ങള് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒന്ന് ട്രോളി നമുക്കിത് കിട്ടാൻ ട്രോളി പുള്ളിക്കാരുടെ പറഞ്ഞത് ജസ്റ്റ് കിട്ടുമോ ചിലപ്പോ കിട്ടും എന്ന് പറഞ്ഞു. എന്തായാലും കിട്ടി. ഭയങ്കര ഞങ്ങളിത് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാണ്ടാ. അത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ചേട്ടൻ്റെ സ്പെഷ്യൽ ഏതാന്ന് പറഞ്ഞു. എന്തായാലും കഴിച്ചു നോക്കട്ടെ. സാധനത്തിൻ്റെ പേരൊന്നും പറഞ്ഞല്ല, കഴിച്ച കിളി പറഞ്ഞെന്ന് പറയണത്. കൂടെ ഉണ്ണിയുണ്ട്. അതെ നമുക്ക് ഇങ്ങനെ തരാമെന്ന് പറഞ്ഞു. തലവൊക്കെ അടിക്ക് സെറ്റായിട്ട് തല പൊങ്ങൂല്ല ഉണ്ണി. അപ്പം ഈ ഒരു സാധനം ഉണ്ടല്ല, ഒരെണ്ണം അടിച്ചാൽ മതി, പോയ കളിയൊക്കെ തിരിച്ചു വരും മഴയായിട്ടും. ഇപ്പോൾ അങ്ങനെ നമ്മുടെ മൂട്ട് റെഡി. വേണ്ടോ റാസോടെ നമ്മുടെ അങ്ങനെ ബൂട്ട് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് റാസോടെ വാട്ടർ പ്രൂഫ്. റാസോ ബ്രാൻഡ് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ലോവാങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുള്ളതാണ്. റേറ്റ് ഇച്ചിരി സീനായി കൊണ്ട് ഞാൻ മേടിക്കാണ്ടിരുന്നണ്ട. ഇതെന്തായാലും 1 ലോട്ടറി എന്ന് പറഞ്ഞാൽ 1 ലോട്ടറിയാണ്. ബൂട്ടൊന്ന് നോക്കി എങ്ങനെയുണ്ട്. ഇത് നടക്കാനൊക്കെ ഇച്ചിരി ടാസ്ക് ആയിരിക്കുള്ളൂ. ഈ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലുമൊക്കെ നമ്മൾ വന്നല്ല. എന്താ പോലെ
ബ്രൗൺ കളറാണ്. കൊള്ളാപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ഫിറ്റ് ആണ്. എന്റെ കാലിന്റെ സൈസ് വരുന്നത് 10 ഇതിന് വെൽക്രോ ടൈപ്പാണ് വന്നത്. വെൽക്രോ പിന്നെ ഇവിടെ ഒരു വെൽക്രോ ഉണ്ട്. അതെന്തായാലും വേണ്ടി വരില്ല. 2 വെൽക്രോണ് വന്നത്. ഇത് ഫുള്ളി വാട്ടർ പ്രൂഫാണ്. ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ട അറ്റാച്ച്മെന്റ് ഇവിടെ നിന്ന് എന്തായാലും വെള്ളം കയറില്ല എന്ന് വിചാരിക്കുന്നു. സ്നോന്റെ വിഷയം മാത്രമേ നമുക്ക് വരുവുള്ളൂ. കൊള്ളാം, കംഫോർട്ടാണ്. ഇതിന്റെ ബൂട്ടിന്റെ ഒരു ഹെവിനെസ് ഒന്നുമില്ല, വലിയ വെയിറ്റ് ഒന്നുമില്ല. ഇതിട്ടിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. കാരണം ഞാൻ ട്രാക്ക് ബൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് കമ്പയർ ചെയ്യുന്നത് അത് കുറച്ചുകൂടി സ്റ്റിഫ് ആയിരിക്കും. ഇത് കുറച്ചുകൂടി നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇട്ട് കുറച്ചു നേരം ഓടിച്ച് കഴിയുമ്പോഴേക്കും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു.